ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നതിനേക്കാൾ, അതായത് ആരാധനയേക്കാൾ പ്രധാനം സഹോദരങ്ങളുമായുള്ള സമാധാനപരമായ ബന്ധമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. മറ്റൊരാളോട് വിദ്വേഷം വെച്ചുകൊണ്ടുള്ള ആരാധന ദൈവം സ്വീകരിക്കില്ല. വഴിപാട് അർപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് പിണക്കം ഓർമ്മ വരുന്നതെങ്കിൽ ആദ്യം പോയി അത് പരിഹരിക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ദൈവവുമായുള്ള ബന്ധം ശരിയാകുന്നതിന് മുമ്പ് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. നിങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിലും അല്ലെങ്കിലും സമാധാനമുണ്ടാക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. എൻ്റെ ഭാഗത്തല്ലല്ലോ തെറ്റ് എന്ന് ഒരിക്കലും ചിന്തിക്കാതെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും നന്മകളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവ് പറഞ്ഞത് തന്നെ അനുസരിക്കണം. നിങ്ങളിലൂടെ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനും ക്ഷമ ചോദിപ്പാനും മടിക്കരുത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിലെ സകല കയ്പും വിദ്വേഷവും മാറ്റണം. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം അളക്കുന്നത് സഹജീവികളോടുള്ള പെരുമാറ്റത്തിലൂടെയാണ്. മനുഷ്യരോട് സ്നേഹവും കരുണയും ഒന്നുമില്ലാത്ത ആരാധന ദൈവസന്നിധിയിൽ വിലയുള്ളതല്ല. മത്തായി 5:23-24 ഇങ്ങനെ പറയുന്നു: ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലത് ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കാം.